ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സ്കൂൾ ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പെട്ടെന്ന് അത് മാറ്റാൻ പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു ഹിജാബിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല. അതിനേക്കാൾ ഉപരി ഒരു സ്ഥാപനത്തിൻ്റെ നിയമം അത് മാറ്റണമെന്ന് ഒരു കുട്ടിയുടെ പേരിൽ ആ കുട്ടീനെ കരുവാക്കി ആവശ്യപ്പെടുന്നു. അതിനുശേഷം ആ പ്രശ്നം ആരാണ് ഏറ്റെടുക്കുന്നത്? ആ പ്രശ്നം ഒരു മൂന്നാം കക്ഷി ഏറ്റെടുക്കുകയാണ്. ആ മൂന്നാം കക്ഷിയുടെ പേര് STPI എന്നാണ്. ആ കക്ഷി ഏറ്റെടുത്തതിന് ശേഷം പിന്നീട് എന്തൊരു രീതിയിലാണ് ഈ പ്രശ്നം വളരുന്നത് എന്ന് ശ്രദ്ധിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊന്നും ഒരു മതപരമായ ഒരു പ്രശ്നമല്ല. മതത്തെ ഉപയോഗിച്ച് വെറുപ്പ് വിതച്ച് രാഷ്ട്രീയ വിളവെടുക്കാൻ ശ്രമിക്കുന്ന കുറച്ച് സംഘടനകളുടെ ഒരു കാര്യമാണ് ഇവിടെ. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ എങ്ങോട്ടാണ് നമ്മുടെ കേരളം പോകുന്നത്. അതിനുശേഷം പിന്നീടുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ്? അവിടുത്തെ PTA പ്രസിഡന്റിൻ്റെ പ്രതികരണം നമ്മൾ കാണുന്നു. ഉടനെ തന്നെ അത് കാസ എന്ന മറ്റൊരു വെറുപ്പ് വിപണനം ചെയ്യുന്ന ഒരു സംഘടന ഏറ്റെടുക്കുന്നു. അവരുടെ നേതാക്കൾ വരുന്നു, ഷോൺ ജോർജ് വരുന്നു. അതിനുശേഷം പിന്നീട് അത് RSS ഏറ്റെടുക്കുന്നു. ഏറ്റവും ദുഃഖകരമെന്ന് പറയട്ടെ, ഇടതുപക്ഷ ഗവൺമെൻറ്റും ഏകദേശം ഇതിനോടൊക്കെ ചേർന്ന് സഞ്ചരിക്കുന്ന പോലെ തോന്നുന്നത് ദുഃഖകരമാണ്. ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പറ്റി എന്നെപ്പോലെയുള്ള ഒരു ഇടതുപക്ഷ അനുഭവമുള്ള ആളുകൾ കുറച്ചുകൂടിയൊക്കെ മികച്ച പ്രതികരണമാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇടതുപക്ഷ ഗവൺമെൻറ് ഇപ്പോൾ മതേതര ഗവൺമെൻറ് അല്ല, ഒരു മത ഗവൺമെൻറ് പെരുമാറുന്ന രീതിയിലാണ് പെരുമാറുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി എന്താ പറഞ്ഞത്? മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ എരിതീയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ഒരു പക്ഷേ ഈ പ്രശ്നം തീർന്നു പോകാവുന്നൊരു പ്രശ്നമായിരുന്നു. എറണാകുളത്ത് MP ആയിരുന്ന ബഹുമാനപ്പെട്ട ഹൈബി ഈഡനും അവിടുത്തെ കോൺഗ്രസ് നേതാവ് ഷിയാസ്, അവിടുത്തെ DCC പ്രസിഡന്റും ഒക്കെ ചെന്ന് ഈ പ്രശ്നം ഏകദേശം പരിഹരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സെറ്റിൽ ചെയ്തതിന് ശേഷം പിന്നെ ആരാ ഇതിനെ ആളിക്കത്തിച്ചത്? ഈ മാധ്യമങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കുന്നത് പിന്നീട് ഈ പ്രശ്നം പരിഹരിക്കരുത് എന്ന ആഗ്രഹത്തോടു കൂടി ഗവൺമെൻറ് പെരുമാറുന്നു എന്ന് സംശയിക്കത്തക്ക പലതും കാണുന്നു. ഒരു പക്ഷേ ഗവൺമെൻറ്റിന് ഈ പ്രശ്നം ഒന്നും കൂടി ഒന്ന് കത്തിച്ചു നിർത്തി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റു പല പ്രശ്നങ്ങളെയും ഒന്ന് പുകമറയിലാക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഈ പ്രശ്നം SDPI ഈ പ്രശ്നം വർഗീയവൽക്കരിച്ചപ്പോൾ, വിളവെടുക്കാൻ ശ്രമിച്ചപ്പോൾ ആർക്കൊക്കെയാണ് അതിൻ്റെ നേട്ടമുണ്ടായത്? ഒന്നാമത്തെ നേട്ടമുണ്ടായത് എന്താണ്? ക്രിസ്ത്യാനികളുടെ ഇടയിൽ വെറുപ്പ് വിതച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ നിങ്ങളെ വിഴുങ്ങാൻ നിൽക്കുകയാണ് എന്ന് ഭയം ജനിപ്പിക്കുന്ന കാസയ്ക്കാണ് ഒന്നാമത്തെ ഫലം കിട്ടുന്നത്. അതിനുശേഷം കാസയുടെ ഫലം എങ്ങോട്ടേക്കാണ് പോകുന്നത്? RSSനാണ് പോകുന്നത്. അതുകൊണ്ട് ഇവിടെ സംഭവിച്ചത്, നമ്മളിതിനെ ഹിജാബ് വിവാദത്തെ ഒരു മതവിവാദമായിട്ടൊന്നും ചുരുക്കരുത്. നമ്മുടെ കേരളം എത്തിപ്പെട്ടിരിക്കുന്ന അതീവ ജീർണതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഫാദറാജി, ഫാദറാജി, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, ഒരു സ്കൂളിൽ ഒരു വിഷയത്തിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കം ആദ്യം പരിഹരിക്കേണ്ടത് അവിടുത്തെ PTA ആണല്ലോ. ഈ PTAയുടെ പ്രസിഡന്റ് തന്നെ കാസയുടെ ആളാണ് എന്ന് തോന്നുന്ന രീതിയിലാണ് പ്രസംഗിക്കുന്നതെന്ന് അങ്ങ് തന്നെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം കാസയുടെ പ്രവർത്തകൻ തന്നെയാണ്. അപ്പോൾ കാസയുടെ പ്രവർത്തകനായ ഒരു PTA പ്രസിഡന്റാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവിടെ മറ്റ് പേരൻസിനൊന്നും ഒരു വോയിസും ഇല്ല. അവരുടെ വോയിസ് അവിടെ ഇല്ലാതാവുകയാണ്. അപ്പോൾ പ്രശ്നം പരിഹരിക്കാനുള്ള ആദ്യത്തെ മാർഗ്ഗം അടഞ്ഞു. രണ്ടാമത്തെ മാർഗ്ഗം അങ്ങ് പറയുന്നത് പോലെ ഈ കോൺഗ്രസ് നേതാക്കൾ വന്ന് ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നു. അതെങ്ങനെയാണ് പരിഹരിച്ചത്? ആ കുട്ടി ഹിജാബ് ധരിക്കാതെ സ്കൂളിൽ പോകാം എന്ന് സമ്മതിക്കുകയാണ്. പക്ഷേ അവിടെയും പ്രശ്നം തീരുന്നില്ല. ആ കുട്ടി ഒരു മെൻ്റൽ ട്രോമയിലാണ്. അവിടെ ഇനി പോകാൻ കഴിയില്ല എന്ന് ആ കുട്ടിയുടെ അച്ഛൻ ഇന്ന് പറയുന്നത്. അത് ഉള്ള കാര്യമായിരിക്കില്ല. അത് മാത്രവുമല്ല, ഈ കുട്ടിയെ ഒരു അധ്യാപിക ചീത്ത പറയുന്നത് കേട്ട മറ്റൊരു കുട്ടി പോലും ഞാൻ ഇനി അങ്ങോട്ടില്ല എന്ന് പറയുന്നു. ആ കുട്ടി പോലും ഹിജാബ് ധരിക്കാതെ പോകുന്ന ആളാണ്. അപ്പോൾ പ്രശ്നം പരിഹരിക്കേണ്ട ആദ്യത്തെ വേദി PTA ആണ്. PTAയുടെ പ്രസിഡന്റ് തന്നെ ഒരു കാസക്കാരനാണെന്ന് അങ്ങ് തന്നെ പറയുന്നു. പിന്നെ എങ്ങനെ പരിഹരിക്കപ്പെടും?